സാർ, വിവാഹം എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലെ ഒരു ജീവിതത്തിനിടയിലെ ഏറ്റവും മനോഹരവും പവിത്രവുമായ ദിവസമാണ്. എന്നാൽ ആഡംബര വിവാഹം ഒരു സാമൂഹ്യ ദുരന്തമാണ്. നമ്മുടെ സമൂഹത്തിൽ ഈ വിവാഹമെന്ന പവിത്രതയെ വാണിജ്യവൽക്കരണത്തിൻ്റെ ഒരു തരത്തിലേക്ക്, ദുരന്തപൂർണമായ ഒരു സാമൂഹ്യ അവസ്ഥയിലേക്ക് ഈ ആഡംബര വിവാഹങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് സാർ. ഇതിൽ സത്യത്തിൽ വലുതായി ഇടപെടാൻ കഴിവുള്ളത് നമ്മുടെ സമൂഹത്തിലെ മതജാതി സംഘടനകൾക്കാണ്. അത്തരം സംഘടനകളാണ്, അല്ലെങ്കിൽ അത്തരം നേതാക്കന്മാരും പ്രവാചക സ്വഭാവമുള്ള മനുഷ്യരുമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നത്. സാർ, 1915 ശ്രീനാരായണ ഗുരുവാണ് ഒരു വിവാഹത്തിൽ പങ്കെടുക്കാവുന്ന ആളുകളുടെ എണ്ണം, ആ എണ്ണം ആരൊക്കെയാണെന്ന് കൃത്യമായി തന്നെ നിശ്ചയിച്ചത്. അവിടെ വലിയ തർക്കം വന്നപ്പം, പണം ഉപയോഗിക്കാനുള്ള കാര്യം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ 60 വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾ ഷഷ്ടിപൂർത്തി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ആ പണം ചെലവഴിച്ചോളൂ, പക്ഷെ വിവാഹത്തിന് 10 പേർ കൂടിയാൽ മതിയെന്നും അതാണ് അതിൻ്റെ കാമ്യമായ, സ്നേഹപരമായ, പുണ്യപരമായ കാര്യമെന്നും ശ്രീനാരായണ ഗുരു തന്നെ അദ്ദേഹം ഒരു അന്നത്തെ ഓർഡറല്ല, അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ തന്നെ സാർ സമൂഹത്തെ അറിയിക്കുകയുണ്ടായി. അത് അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു മനോഭാവത്തിലേക്കും എത്തി. ഇത് തന്നെയാണ് സാർ മന്നത്ത് പത്മനാഭനും അദ്ദേഹം തെരണ്ട് കല്യാണത്തിനാണെങ്കിലും കല്യാണത്തിനാണെങ്കിലും അതിൻ്റെ ആർഭാടവശം സമൂഹത്തെയും സമുദായത്തെയും വഴിതെറ്റിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം അതിനെതിരായി തീർച്ചയായിട്ടും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഉണ്ടായി. സാർ, ഇത്തരം സംഘടനകളൊന്നും, മതജാതി സംഘടനകളൊന്നും ഈ ആചാരപരമായ കാര്യങ്ങളിൽ ഇടപെടേണ്ട അവസരത്തിൽ അതിൻ്റെ ആർഭാടകരമായ, ദുരന്തപൂർണമായ അവസ്ഥയ്ക്കെതിരായി ഇന്ന് വളരെ വലിയ തരത്തിൽ ചിന്തിക്കുന്നില്ല എന്നുള്ളത് നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. അവിടെയാണ് സാർ ഗവൺമെന്റിന് ഇടപെടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. സത്യത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ഒരു അവബോധം സൃഷ്ടിക്കേണ്ടവർ സൃഷ്ടിക്കപ്പെടാതിരിക്കുമ്പോൾ നിയമവും നിയമപരമായ കാര്യങ്ങളും അവബോധത്തിനുള്ള പുതിയ അവസരങ്ങളും തീർച്ചയായും ഗവൺമെന്റ് സൃഷ്ടിക്കേണ്ടതുണ്ട് സാർ. സാർ, ഞാൻ ഇവിടെ നടന്ന ചില രാജ്യത്താകെ ചർച്ചയായ ചില ആഡംബര വിവാഹങ്ങളുണ്ട്, സംസ്ഥാനത്തിലും ചർച്ചയായ ആഡംബര വിവാഹങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഇതിനോടൊക്കെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴും ഇതിലെല്ലാം ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിലൊക്കെ ഒരു വാണിജ്യവൽക്കരണം വരുന്നത് കൊണ്ട് ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകളും വെഡിങ് മാനേജ്മെന്റ് കമ്പനികളും ഇത്തരം കാര്യങ്ങൾ, കല്യാണ നിശ്ചയം മുതൽ സാർ ഹണിമൂൺ ട്രിപ്പ് വരെ കോടാനുകോടി രൂപ ചെലവഴിക്കാനുള്ള ഒരു പ്രോജക്റ്റ് അവർ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇത് സമൂഹത്തിന് അസഹനീയമാവുന്നു എന്ന് മാത്രമല്ല, ഇതിനൊരു മറുവശമുണ്ട് സാർ. ഈ കോടാനുകോടി രൂപ ചെലവഴിച്ചത് നടത്തുമ്പോൾ ഈ വിവാഹ കമ്പോളത്തിൽ ഇടപെടാൻ പറ്റാതെ, പ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ നിർഭാഗ്യവതകളായി നിൽക്കുന്ന സ്ത്രീകളും അവരെ പേറുന്ന കുടുംബങ്ങളും നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട് സാർ. രണ്ടാമത്തെ ഇതിൻ്റെ ഒരു മറുവശം എന്താന്ന് പറഞ്ഞാൽ സാർ, ഈ നമ്മുടെ സമൂഹത്തിൽ കഴിഞ്ഞ 3 വർഷമായി മുഖ്യമന്ത്രിക്ക് അറിയാൻ, കണക്ക് പരിശോധിച്ചാൽ ഒരു വർഷം കേരളത്തിൽ കുടുംബ കോടതികളിൽ വിവാഹമോചനത്തിന് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകൾ 50,000-ലധികമാണ് സാർ. ഇത് 2001-ൽ 4,000-ൽ താഴെയായിരുന്നു. ഈ ആർഭാടം കൂടി വരുമ്പോൾ ആർഭാടത്തിന് സ്വാഭാവികമായി വന്നു ചേരാവുന്ന ഒരു ദുരന്തമുണ്ട്. ആ ദുരന്തങ്ങളിൽ വിവാഹം എന്ന് പറയുന്നത്, ചിലർ തമാശയായി പറയാറുണ്ട്, കേരളത്തിൽ ചിലർ വിവാഹം കഴിക്കുന്നത് തന്നെ മോചന കേസ് കൊടുക്കാനാണ്. ഈ മോചനം എന്ന വാക്കൊന്നും നല്ല വാക്കല്ല. മോചനം എന്ന് ഞാൻ പറഞ്ഞു തരുന്നത്, ഇതുകൊണ്ടാണ് ഒരു സമൂഹം വന്നു ചേരുന്നത്, ഭരണകൂടം തന്നെ ഇടപെടേണ്ടതിന്റെ ആവശ്യകത വന്നു ചേർന്നത്. സാർ, ഈ സാമൂഹ്യമായി പല വിവാഹങ്ങളും റോഡരികിലുള്ള മണ്ഡപങ്ങളിൽ നടക്കുമ്പം ആ ദിവസം അതിലെ സഞ്ചരിക്കുമ്പം 2 മണിക്കൂർ നേരം റോഡ് ബ്ലോക്കാണ്. അവിടെ നമ്മുടെ സമൂഹത്തിൽ ചിലയിടത്തെങ്കിലും ആഹാരം കിട്ടാതെ മനുഷ്യൻ വിശന്ന് നിൽക്കുമ്പോൾ ഇവിടെ ആയിരക്കണക്കിന് ആളുകൾക്കുള്ള വിഭവസമൃദ്ധമായ ആഹാരം മാലിന്യമാവുകയാണ് സാർ. അപ്പൊ ഈ സാമൂഹ്യ ദുരന്തങ്ങളെ കുറിച്ച് ധനകാര്യ വകുപ്പ് മന്ത്രി കഴിഞ്ഞൊരു ബഡ്ജറ്റിൽ ഇത്തരം വിവാഹങ്ങൾക്കൊരു പെനാൽറ്റി ടാക്സ് കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞെങ്കിലും അതൊന്നും കേരളത്തിൽ നടപ്പായില്ല സാർ. സത്യത്തിൽ ടാക്സ്, അതായത് ഒരു മിനിമം ആകാം, മിനിമത്തിനപ്പുറമായാൽ സാർ അതിന് ചെലവിന്റെ 50%
ടാക്സായി ഏർപ്പെടുത്താനും അങ്ങനെ ഏർപ്പെടുത്തുന്ന പൈസ ഈ നിരാലംബരായ പാവപ്പെട്ട കുടുംബങ്ങളുടെ ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി ചെലവഴിക്കാനും അതിനുവേണ്ടി മാത്രം ചെലവഴിക്കാനുള്ള പദ്ധതി ഉണ്ടാവണം സാർ. ഞാൻ ഒരുപാട് കല്യാണം മാതൃകാപരമായ ഒരുപാട് വിവാഹങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നും ഒക്കെ നടന്നിട്ടുണ്ട്. ഒട്ടും മാതൃകയല്ലാത്തതും നടന്നിട്ടുണ്ട്. അതൊന്നും സാർ ഒരു വിവാഹം പരാമർശിക്കാതെ വയ്യ സാർ. അത് സൂര്യ കൃഷ്ണമൂർത്തിയുടെ മകളുടെ വിവാഹത്തിന്റെ ഒരു കല്യാണക്കത്ത് എല്ലാവർക്കുമാണ്. അദ്ദേഹം ആ കല്യാണം വീട്ടിൽ വെച്ച് നടക്കുന്നു. 12, 13, 14 തീയതികളെ അനുഗ്രഹിക്കാൻ വീട്ടിൽ ചെല്ലാവുന്ന കത്തിലുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നത് ഇതിനു വേണ്ടി സ്വരൂപിച്ചു വെച്ച ക്ലാസ് പൈസ അദ്ദേഹം പഠിച്ചിരുന്ന സ്കൂളിന്, കോളേജിന്, എഞ്ചിനീയറിംഗ് കോളേജിന് 20 കുട്ടികളെ, മാർഗമില്ലാത്ത 20 കുട്ടികളെ പഠിപ്പിക്കാൻ അദ്ദേഹം സംഭാവന ചെയ്യണം സാർ. ഇതൊരു മാതൃകയാണ് സാർ. നമ്മൾ അനാവശ്യമായി ചെലവഴിക്കുന്ന പൈസ ഒരു ദുരന്തമാകുന്നു എന്നറിഞ്ഞുകൊണ്ട് ഒരു സാമൂഹ്യ സംവിധാനത്തിൽ ഒരു ക്ഷേമമാവാൻ, ഐശ്വര്യമാവാൻ ചെലവഴിക്കണം സാർ. ഇതൊക്കെ എവിടെ എത്തി സാർ? ഇന്നലെ മെനങ്ങാന്ന് ആലപ്പുഴ ഒരു കല്യാണം കഴിഞ്ഞ് മണ്ണുമാന്തി യന്ത്രത്തിൽ ചെറുക്കനെയും പെണ്ണിനെയും 2 മണിക്കൂർ നേരം റോഡ് ബ്ലോക്ക് ചെയ്തു. അവസാനം റോഡ് ബ്ലോക്കായി. അവസാനം ചെറുക്കനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. സാർ, നമ്മുടെ മുന്നിൽ ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തെ കൂടി കണക്കിലെടുക്കാതെ, ആ സമൂഹത്തിന്റെ ഐശ്വര്യം കൂടി അല്ലെങ്കിൽ ഭാവി കൂടി നമ്മൾ നമ്മുടെ മനസ്സിൽ കാണാതെ എടുക്കുന്ന ഏത് ആഡംബര ജീവിത തീരുമാനങ്ങളും ഒരു ദുരന്തത്തിലേ എത്തൂ. വിവാഹം ഒരു ജീവിതത്തിലെ ഏറ്റവും പവിത്രമായ ദിവസമാണ്. ആ പവിത്രമായ ദിവസത്തെ സത്യത്തിൽ ദുരന്തപൂർണമാക്കുന്ന വലിയ ശാപമാണ് സാർ ഇത്തരം ആഡംബര വിവാഹം. അതിനെതിരെ ഗവൺമെന്റ് തീർച്ചയായിട്ടും ഒരു നിയന്ത്രണവും ഇല്ലാതെ ഇന്ന് മുന്നോട്ട് പോയാൽ നിയമം കൊണ്ടുവരണം. ഗവൺമെന്റ് പ്രഖ്യാപിച്ച പോലെ പെനാൽറ്റി ടാക്സ് കൊണ്ടുവരണം. അത് പാവപ്പെട്ട മനുഷ്യർക്ക് ക്ഷേമ പദ്ധതിയായി കിട്ടാവുന്ന തരത്തിൽ ഒരു സംവിധാനം ഉണ്ടാക്കണം സാർ. ഇതാണ് സാർ ഈ സഭാ നടപടിക്രമങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് നമ്മൾ എല്ലാവരും കൂടി തീരുമാനിച്ചു. ഞാൻ അങ്ങയുടെ കാര്യം മാത്രമല്ല പറയുന്നത്, എല്ലാവരും കൂടി തീരുമാനിച്ചതാണ്. പക്ഷേ പരസ്പരം മത്സരിച്ച് സമയം നീട്ടിക്കൊണ്ടുപോകും. വൈകുന്നേരം എത്തുമ്പോൾ അസ്വസ്ഥരാകും. ഓരോന്നിനും കൊടുക്കേണ്ട സമയത്തെ സംബന്ധിച്ച് BACയും കക്ഷി നേതാക്കളും ചേർന്ന് തീരുമാനിച്ചതാണ്. ദയവായി സഹകരിക്കുക. ഇത് ചെയറിൻ്റെ മാത്രം ഒരു ആവശ്യമായി കാണുന്നത് ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ബഹുമാനായ അംഗം ചൂണ്ടിക്കാണിച്ച സൂര്യ കൃഷ്ണമൂർത്തിയുടെ മകളുടെ വിവാഹ മാതൃകാപരമാണെന്ന് പറഞ്ഞു. എനിക്കപ്പോൾ ഓർമ്മ വന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത സഹപ്രവർത്തകനും എൻ്റെ സുഹൃത്തുമായ ശ്രീ ബിനോയ് വിശ്വത്തിൻ്റെ മകളുടെ കല്യാണമാണ്. അതിന് പണമൊന്നും സമാഹരിച്ചു വെച്ചിരുന്നില്ല. രജിസ്റ്റർ ഓഫീസിൽ കല്യാണം കഴിച്ചു. ആളുകളെ അറിയിച്ചുമില്ല. കൂടുതൽ ആളുകളെ, വളരെ ചുരുക്കം പേര് അറിയിച്ചു തന്നെയുള്ളൂ എന്നാണ് തോന്നുന്നത്. അതെ, അറിയിച്ചവരോട് വരണ്ടെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെയെല്ലാമുള്ള കല്യാണങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. സർ, ഇവിടെ വിവാഹങ്ങൾ ആർഭാടമായി നടത്തുന്ന സ്ഥിതി പൊതുവിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ധനികർ നടത്തുന്ന ആർഭാട വിവാഹങ്ങൾ പലപ്പോഴും സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും ഗണ്യമായി സ്വാധീനിക്കുകയും ആയതിന് നിർബന്ധരാക്കപ്പെടുകയും ചെയ്യുന്നു. ആർഭാട വിവാഹം വൻതോതിൽ പണവും സമ്പത്തും സ്ത്രീധനമായി കൈമാറ്റം ചെയ്യപ്പെടുന്നതിനും ഇടയാക്കുന്നു. ധനം ലഭിച്ചില്ലെന്നതിൻ്റെ പേരിൽ നടക്കുന്ന സ്ത്രീ പീഡനങ്ങളും കൊലപാതകങ്ങളും വിവാഹമോചനങ്ങളും നമ്മുടെ നാട്ടിൽ പെരുകുകയാണ്. സാമ്പത്തിക ധൂർത്തും സാർവത്രികമാകുന്നു. നിർധന കുടുംബങ്ങൾ പലപ്പോഴും കിടപ്പാടം വിറ്റും കടം വാങ്ങിയും ഇത്തരത്തിൽ നാട്ടുനടപ്പ് എന്ന നിലയിൽ വിവാഹം നടത്തേണ്ട സാഹചര്യം ഇത് സൃഷ്ടിക്കുന്നു. ഇത്തരത്തിൽ വിവാഹം നടത്തിയില്ലെങ്കിൽ വിവാഹം തന്നെ നടക്കില്ല എന്ന സാഹചര്യത്തിലേക്കും ഇത് നയിക്കുന്നു. അതിനാൽ ഇത്തരം വിവാഹങ്ങൾ നടത്തേണ്ടി വരുന്ന പാവപ്പെട്ട കുടുംബങ്ങളെ ഇത് കടക്കണിയിലാക്കുകയും കൂട്ട ആത്മഹത്യയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന സ്ഥിതി വരെ സൃഷ്ടിക്കുന്നു. 2013-14 ബജറ്റ് പ്രസംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ വിവാഹ സഹായത്തിനു വേണ്ടി മംഗല്യനിധി രൂപീകരിച്ചിരുന്നു. ചെലവേറിയ വിവാഹ ആഘോഷങ്ങളിൽ നിന്ന് ഇതിനാവശ്യമായ ഫണ്ട് മംഗല്യനിധി സെസ് ഈടാക്കി പിരിച്ചെടുക്കാൻ ധനകാര്യ നിയമം 2013 വകുപ്പ് 2 പ്രകാരം വ്യവസ്ഥ ചെയ്തിരുന്നു. 3 സ്റ്റാർ മുതലുള്ള ഹോട്ടലുകളിലോ 500-ൽ കൂടുതൽ ഇരിപ്പിട സൗകര്യമുള്ള ഓഡിറ്റോറിയത്തിലോ നടക്കുന്ന വിവാഹമോ അനുബന്ധ ആഘോഷമോ നടത്തുന്നവരിൽ നിന്നാണ് പ്രസ്തുത സെസ് ഈടാക്കിയിരുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ
26/8/2014 പുറപ്പെടുവിച്ച വിധി പ്രകാരം മംഗല്യനിധി സെസ് സംബന്ധിക്കുന്ന നിയമവും ചട്ടങ്ങളും ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടുകയും ആയത് ഈടാക്കുന്നതും പിരിക്കുന്നതും തടയുകയും ഉണ്ടായി. കേരള ആഡംബര നികുതി നിയമപ്രകാരമാണ് സംസ്ഥാനം ആഡംബരങ്ങൾക്ക് മേൽ നികുതി ചുമത്തിയിരുന്നത്. സർ, ഭരണഘടനയുടെ 101 ഭേദഗതി നിയമത്തിൽ ആഡംബരങ്ങൾക്ക് മേൽ സംസ്ഥാനങ്ങൾക്ക് നികുതി ചുമത്താനുള്ള അധികാരം 8/9/2016 മുതൽ കേന്ദ്ര സർക്കാർ എടുത്തു കളയുകയുണ്ടായി. ജൂലൈ മാസം 1-ാം തീയതി മുതൽ ചരക്ക് സേവന നികുതി പ്രാബല്യത്തിൽ വരികയും ആഡംബര നികുതി അതിലേക്ക് അന്തർഗണിക്കുകയും ചെയ്യുന്നതാണ്. ആർഭാട വിവാഹം നിയന്ത്രിക്കേണ്ടതുണ്ട്. ഇതിന് ബോധവൽക്കരണം നടത്തുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. സ്ത്രീധന നിരോധനം കർശനമായി നടപ്പാക്കുകയും സമൂഹത്തിൻ്റെ വിവാഹം സംബന്ധിച്ച മനോഭാവത്തിൽ മാറ്റം വരുത്താൻ സാധിച്ചാൽ മാത്രമേ ആർഭാട വിവാഹങ്ങൾ സൃഷ്ടിക്കുന്ന സാമ്പത്തികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുകയുള്ളൂ. പരിധിവിട്ട് ആർഭാടം നടക്കുന്ന വിവാഹങ്ങളിൽ, അതായത് രാഷ്ട്രീയ നേതാക്കന്മാരും ഉദ്യോഗസ്ഥ പ്രമുഖരും ഉൾപ്പെടെയുള്ള സമൂഹത്തിലെ ആളുകൾ പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ തന്നെ ഇതിന്റെ അന്തസ്സിനൊരു ഇടിവ് വരും സാർ. അത് ചെയ്യുന്നതിനുള്ള, അത് പൊതുബോധമാണ്, തീരുമാന നിയമമല്ല, ഒരു ബോധത്തിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കുമോ സാർ? സർ, അതിനുള്ള കുഴപ്പം ഈ വിവാഹ സ്ഥലത്ത് ചെന്നാലേ ഇത് ആർഭാടല്ലാത്തതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ പറയുമ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ ഓർക്കുകയായിരുന്നു. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകളുടെ കല്യാണം തൃശ്ശൂർ ഒരു ഹാളിൽ വെച്ചാണ്. ഞാൻ ആ കല്യാണത്തിന് പോയി. ആ വഴിക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി. ഇവന്റ് മാനേജ്മെൻറ്റുകാരാണ് ഈ പരിപാടി ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ വരുമ്പം കൈയടിക്കാൻ പറയുന്നു. പിന്നെ കുടുംബക്കാരെ ഓരോരുത്തരെയായിട്ട് വിളിക്കുന്നു. എല്ലാവരോടും കൈയടിക്കാൻ പറയുമ്പോൾ നമുക്ക് കൈയടിക്കാതിരുന്നാൽ ആരും ശ്രദ്ധിക്കില്ലല്ലോ. പിന്നെ ഒരു ഘട്ടത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറയുകയാണ് എല്ലാവരോടും. അപ്പോൾ ഹോളാകെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഞാനും എൻ്റെ കൂടെ എൻ്റെ ഭാര്യയുണ്ട്, ഞങ്ങൾ മാത്രമാണ് ഇരിക്കാൻ പറ്റൂ. അപ്പോൾ എഴുന്നേറ്റ് നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ എൻ്റെ മെല്ലെ ഭാര്യയോട് പറഞ്ഞു, ഇപ്പം ഇറങ്ങിക്കൊള്ളണം കേട്ടോ. പിന്നെ ഇരിക്കണ്ടേ? ഇരിക്കാൻ പറഞ്ഞ ഉടനെ ഞങ്ങൾ സ്ഥലം വിട്ടു. ഇങ്ങനെയുള്ള അനുഭവം ആടി എത്തിയാലേ മനസ്സിലാവും ഇതാണ് സംഭവിക്കുന്നത്. അതാണ് എൻ്റെ ഒരു വിഷമം. നമ്മൾ ശ്രദ്ധിക്കാത്തത് മാത്രമേ വഴിയുള്ളൂ. നമ്മൾ നടത്തുമ്പോൾ മാതൃകാപരമായി നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യാം.